ഇന്നലെ ഇത് ഒരു 3:30 കൂടി വരുമ്പോഴ നമ്മളെ ജംഗ്ഷനിൽ കണ്ണാലൂരിലേക്ക് ബസ് ഓപ്പോസിറ്റ്, അതായത് മസ്ജിദിന് ഓപ്പോസിറ്റ് ആയിട്ട് ആണ് എൻ്റെ പിതാവിൻ്റെ കട. അപ്പോൾ ഇവിടെ ഒരു മൂന്നര മണിക്കൂർ കൂടി ഒരാൾ എൻ്റെ വാപ്പ മാത്രം ഒറ്റയ്ക്കുള്ള സമയത്ത് വന്നിട്ട് അയാൾ കുണ്ട സ്റ്റേഷനിൽ SI ആണെന്നും അയാളുടെ മരുമകൻ മോദി മുക്കി ഒരു കട തുടങ്ങാൻ പോകുന്നു, അതിന് കുറച്ച് സാധനം വേണമെന്നും പറഞ്ഞാണ് ഇവിടെ വാപ്പയെ സമീപിക്കുന്നത്. വാപ്പയുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ 3:45 പള്ളിയിൽ ബാങ്ക് വിളിച്ചപ്പോൾ പുള്ളി നമസ്കാരത്തിനായിട്ട്, അസ്ര നമസ്കാരത്തിനായിട്ട് പള്ളിയിലേക്ക് പോയി. അതിൻ്റെ കൂടെ ലേറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ പറഞ്ഞിട്ട് എന്നാൽ നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നമസ്കരിച്ച് വന്നതിന് ശേഷം നമുക്ക് എന്താണെന്ന് ചെയ്യാൻ പോയി. അപ്പോൾ ഇയാൾ അങ്ങോട്ട് മാറിയിരുന്നു. പാപ്പ പള്ളിയിൽ പോയ സമയത്ത് പോകുന്നതിന് മുമ്പും കളക്ഷൻ പൈസ എടുത്ത് അടിയിലോട്ട് വെച്ച് കൂട്ടിയിട്ട് താക്കോൽ കൊണ്ട് കിടക്കത്തില്ല. അപ്പോൾ 83 വയസ്സുണ്ട്, കൈ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് വേറൊരു ഭാഗത്തേക്ക് വെച്ചു. പിന്നെ SI ആണെന്ന് പറഞ്ഞുകൊണ്ട് സംശയമില്ല, ഇയാളെ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ടിപ് ടോപ്പായിട്ട വേഷവും അങ്ങനെ പുള്ളി ആ ഭാഗത്തേക്ക്, പിന്നെ ഈ താക്കോല ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് പള്ളിയിലോട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ ഉണ്ട് ഈ ട്രോ തുറന്നു കിടക്കുന്നു, മേശയുടെ ട്രോ തുറന്നു കിടക്കുന്നു. നോക്കിയപ്പം അവിടുന്ന് പൈസ കാണുന്നില്ല. അതിന് 50,000-ഓളം രൂപ എടുത്ത് ഇവൻ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഓട്ടോ വിളിച്ച് കുണ്ടറയിലേക്ക് പോയായിട്ടാണ് CCTV കാണുന്നത്. നമ്മളത് ഉടനെ തന്നെ പോലീസിൽ അറിയിച്ചു. പോലീസ് ഇന്നും ഇന്നലെയായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. നമ്മുടെ രാജേഷ് സാറ്, കുണ്ടറ CI രാജേഷ് സാറ് നേരിട്ട് വന്നു അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ നല്ലോണം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ പ്രതിയെ, ഈ മോഷ്ടാവിനെ കണ്ടുപിടിക്കാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥ പരിശ്രമം നടക്കുന്നുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും.